തിരുവനന്തപുരം വെഞ്ഞാറുമൂട്ടിലെ അരുംകൊലയിൽ ദുരൂഹത തുടരുകയാണ്. പ്രതിയായ അഫാൻ സഹോദരനെ അടക്കം 5 പേരെ ചുറ്റികയടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം പ്രതി പോലീസിൽ കീഴടങ്ങി. വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി, സഹോദരൻ, അഫാന്റെ വലിയമ്മ, പിതാവിന്റെ സഹോദരി, അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവ് എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. പ്രതിയുടെ ഉമ്മ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുകയുമാണ്. സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതി ഇത്തരത്തിൽ പോലീസിനോട് വിശദീകരിക്കുന്നത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നിർഭൻ കൂടി ചേരുകയാണ്. നിർഭൻ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അറിയേണ്ടത് എന്തിനായിരുന്നു ഇത്തരത്തിൽ ഒരു തലസ്ഥാനത്ത് തന്നെ ഞടുക്കിക്കൊണ്ടുള്ള ഒരു അരുംകൊല ഈ പ്രതി നടത്തിയതെന്നുള്ളതാണ്. കാരണത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക ബാധ്യതയാണെന്ന് അടക്കമുള്ള കാരണം പ്രതി വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നൊരു വലിയ ചോദ്യമുണ്ട്. അത് തന്നെയാണ് നാടിനെ നടുക്കിയ ഒരു കൊലപാതകം. ഒരു രക്തബന്ധത്തിലുള്ള ഒരു കുടുംബത്തിൽ തന്നെ 5 പേർ കൊല്ലപ്പെടുന്നു. ഉമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. നേരത്തെ ആതിര ചോദിച്ചതുപോലെ, മുഖവരയായി പറഞ്ഞതുപോലെ, ഈ ആക്രമണത്തിന്, ഈ കൊലപാതകത്തിന്, ഈ പരമ്പരയ്ക്ക് ഒക്കെ തന്നെ കാരണമായത് എന്താണ് എന്ന കാര്യത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പ്രതി ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി. ആ മൊഴിയിൽ ആശുപത്രിയിൽ നിന്നാണ് മൊഴിയെടുപ്പ് നടത്തിയത്. അതിൽ പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നതാണ്. പക്ഷേ അത് പൂർണ്ണമായി വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെ പോലീസ് കരുതുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ബന്ധുക്കളെയും സ്വന്തം സഹോദരനെ അടക്കം വിളിച്ചു വരുത്തി കൊലപ്പെടുത്താൻ അത്രയും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയില്ല. മറ്റൊരു കാര്യം, ഈ ഉപ്പയുടെ സഹോദരൻ, അവരുടെ ഭാര്യ, ഇവർ രണ്ടുപേരെയും അങ്ങോട്ട് പോയി കൊലപ്പെടുത്തുകയായിരുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് എങ്കിൽ അവരെ ഈ കേസുമായി ബന്ധപ്പെടുത്താനോ ബന്ധിക്കേണ്ടതോ ആവശ്യം വരുന്നതുമില്ല. അങ്ങനെ ഈ കാര്യങ്ങളിൽ പ്രതി നൽകുന്ന മൊഴിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ദുരൂഹത ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ നാടിനെ നടുക്കിയ, പ്രത്യേകിച്ച് നമുക്ക് സാധാരണയുള്ള കൊലപാതകങ്ങളെ സംബന്ധിച്ചൊക്കെ ഉള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുവരെ പരിചയമില്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതക രീതി പ്രതി ഉപയോഗിച്ചിരിക്കുന്നു. ഇത് കേസുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടവരുമായി പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന കാര്യത്തിലുള്ള അവ്യക്തതയുണ്ട്. മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റ് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള ആളാണോ എന്ന കാര്യത്തിലും ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഈ പ്രതി അഫ്വാൻ ഈ പ്രദേശത്ത് വലിയ തരത്തിൽ സൗഹൃദമുള്ള ഒരാളല്ല എന്നതാണ് പ്രദേശവാസികളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തതയാണ് വരേണ്ടത്. ഇത് സംബന്ധിച്ച് വലിയ നടുക്കം തന്നെയാണ്. ഇന്നലെ ഈ വാർത്ത അറിഞ്ഞത് മുതൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ആദ്യഘട്ടത്തിൽ ഇത് വിശ്വസിച്ചിരുന്നില്ല. ഈ പ്രതി സ്റ്റേഷനിലേക്ക് എത്തി താൻ ഇങ്ങനെ 6 പേരെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് വളരെ സ്വാഭാവികമായി ഒരാൾ സ്റ്റേഷനിലേക്ക് കടന്നു വന്നെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുള്ള ഒരാളാണോ എന്ന സംശയമാണ് ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരിടത്തല്ല 3 ഇത്ര പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതൊപ്പം തന്നെ രക്തബന്ധുക്കൾ, ഉമ്മ, ഒപ്പം സ്വന്തം അനുജനെ കുഴിമന്തി വാങ്ങിത്തരാം, ഭക്ഷണം വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. എല്ലാവരെയും വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്നു. ഈ കൊലപാതകത്തിൻ്റെ രീതി തന്നെ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിച്ച് വളരെ മൃഗീയമായാണ് കൊലപ്പെടുത്തുന്നത്. അങ്ങനെ അത്രയേറെ വ്യക്തിപരമായി വൈരാഗ്യമുള്ള ഒരാളൊക്കെ ചെയ്യുന്നത് പോലെ ഉള്ള അതിക്രൂരമായ, നമുക്ക് ആ ചിത്രങ്ങളോ ആ ദൃശ്യങ്ങളോ ഒന്ന് തന്നെ കാണാനോ കഴിയാത്ത തരത്തിൽ ഉള്ള അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. അത് സംബന്ധിച്ച് ഈ പ്രതിയുടെ മാനസികാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും ദൂരെ സഞ്ചരിച്ച് മണിക്കൂറുകളെടുത്ത് ഈ ചുറ്റിക വാങ്ങാൻ പോയി ഈ കൊലപാതകമെല്ലാം ചെയ്ത ശേഷം അവസാനം സഞ്ചരിച്ച ബൈക്ക്, സ്ഥിരമായി പ്രതി സഞ്ചരിക്കുന്ന ബൈക്ക് വീടിന് മുന്നിൽ വച്ച ശേഷം ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചാണ് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇതുവരെയുള്ളൊരു മാനസികാവസ്ഥയുണ്ട്. പെട്ടെന്നുള്ള ഒരു ക്ഷോഭത്തിലോ പെട്ടെന്നുള്ളൊരു മാനസികാവസ്ഥയിലോ ഒരു ആക്രമണം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല കുറ്റകൃത്യങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും സമയം എടുത്ത് ഒരു കൊലപാതകം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരിക്കണം. അങ്ങനെ ഈ ആസൂത്രണം ചെയ്ത് ഇങ്ങനെ ഓരോ കൊല നടത്തിയ ശേഷവും ആ പ്രതിക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്താപം ഉണ്ടാകുന്നില്ല.
മാറുന്നില്ല, അതിൽ നിന്ന് പിന്മാറുന്നില്ല. ഇതിനൊക്കെ ഈ കൊലപാതകം എല്ലാം നടത്തി തീർത്ത ശേഷം എല്ലാവരെയും കൊലപ്പെടുത്തിയ ശേഷമാണ് അയാൾ നേരിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇതിനിടയിൽ അയാൾ വിഷം കഴിച്ചിരുന്നു, എലിവിഷമാണ് കഴിച്ചത് എന്ന് പോലീസിനോട് പറയുന്നു. എന്നാൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് പരിശോധനയുടെ ഭാഗമായി ഒപ്പം തന്നെ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുന്നു. തുടർന്ന് മറ്റ് പ്രാഥമിക ചികിത്സ നൽകുന്നു. തുടർന്ന് പ്രതി ഈ പരസ്പര വിരുദ്ധമായി ഉള്ള കാര്യങ്ങളല്ല, ആദ്യം തന്നെ പ്രതി പറഞ്ഞത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള മൊഴി തന്നെയാണ് പ്രതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് വിശ്വാസയോഗ്യമായി കരുതാൻ കഴിയില്ല. കാരണം കാമുകിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുന്നു. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു വാർത്തകൾ പ്രചരിച്ചിരുന്നു. കാരണം വിവാഹ ബന്ധത്തെ സംബന്ധിച്ച് ഈ പെണ്ണുസുഹൃത്തിനെ വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പ് വീട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ വന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല, വിവാഹം കഴിച്ച് നൽകുന്നതിന് വീട്ടുകാർക്ക് പ്രത്യേകിച്ച് എതിർപ്പുണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പ്രത്യേകിച്ച് എതിർപ്പുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഒരു വിഷയത്തിലേക്ക് പോകേണ്ട സാഹചര്യവും വരുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ദുരൂഹതയുണ്ട്. ഒന്ന്, ഈ നാടിനെ നടുക്കിയ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ടത്തിലെ ഞെട്ടൽ ഈ വാർത്ത കേൾക്കുന്ന ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കൊലപാതകം. ആ കൊലപാതകത്തിന് ശേഷം ഈ കൊലയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് സംബന്ധിച്ച ദുരൂഹത. കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. കാരണം പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനി നടപടി ക്രമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അഫ്വാൻ ഈ കൊല നടത്തിയ വീട്ടിലുള്ള ഉമ്മയും ഒപ്പം തന്നെ അനുജനും ഈ പെൺസുഹൃത്ത് കാമുകിയുടെയും മൃതദേഹം ഉമ്മ ഇപ്പോഴും ഗോകുലം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അവരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മറ്റ് രണ്ടുപേരുടെയും അനുജൻ്റെയും ഒപ്പം തന്നെ ഈ പെൺസുഹൃത്ത് കാമുകിയുടെയും മൃതദേഹം ഇവിടെ നിന്ന് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, അവിടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ അഫ്വാൻ്റെ വലിയച്ഛൻ ഒപ്പം തന്നെ ഭാര്യ, ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹം അവിടെ തന്നെയാണ്, കൊല നടത്തിയ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അവിടെ ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്കും മറ്റ് നടപടികളിലേക്കും മാറ്റേണ്ടതുണ്ട്. ഫോറൻസിക് വിദഗ്ധരും മറ്റ് ശാസ്ത്രീയമായ തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ആ സംഘം ഏതായിരുന്നാലും ഇന്ന് രാത്രിയോടുകൂടിയുള്ള പരിശോധനകളെ പൂർത്തിയാക്കിയാണ് പോലീസ് പോയത്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഒപ്പം തന്നെ ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്ന നടപടികളും ആരംഭിക്കും. കാരണം ആദ്യഘട്ടത്തിലെടുത്ത മൊഴി ഡോക്ടറുടെ കൂടി സാന്നിധ്യത്തിൽ ഈ ചികിത്സയിലുള്ള സ്ഥലത്ത് വെച്ച് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് മൊഴി പ്രതിയിൽ നിന്ന് രേഖപ്പെടുത്തുന്നത്. തുടർന്ന് ഇനി സ്റ്റേഷനിലേക്കോ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലേക്കോ മാറ്റാനുള്ള സാഹചര്യമുണ്ടോ എന്ന കാര്യം ഡോക്ടർമാരോട് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പോവുക. അപ്പോഴേക്കും പോലീസ് കസ്റ്റഡിയിൽ പൂർണ്ണമായി ലഭിച്ച് അടുത്ത ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോകുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആതിര, നിർഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ 3 ഇടങ്ങളിൽ പോയി ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുക, അതും കൃത്യമായ ആസൂത്രണത്തോടെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ആയുധങ്ങൾ വാങ്ങുന്നു. അത് മാത്രമല്ല, വാഹനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ബൈക്ക് ഉപേക്ഷിച്ച ശേഷം ഓട്ടോയിൽ പോകുന്നു. അത്തരത്തിൽ എല്ലാ രീതിയിലും നോക്കുമ്പോൾ കൃത്യമായിട്ടൊരു ആസൂത്രണം ഈ ഒരു 5 കൊലപാതകങ്ങളിലും പ്രതി നടത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ആസൂത്രണമുണ്ട് അതിന്. കാരണം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഈ 5 കൊല ഒരേ സ്ഥലത്തല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമല്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇത്രയും മണിക്കൂറുകൾ, ഏകദേശം 12 മണിയോടുകൂടിയാണ് ഉപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അവിടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയ ശേഷം മുൻപും തന്നെ അവർ സാമ്പത്തികമായി പലതരത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ഈ ഉമ്മയുടെ അടുത്ത് പ്രതി പലതവണ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരിൽ നിന്ന് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ്, 15 ദിവസത്തിന് മുമ്പ് എന്തോ അവരുടെ മോതിരം വാങ്ങി മറ്റ് ചെലവിലേക്ക് വേണ്ടി കാശ് വേണമെന്ന് പറഞ്ഞ് അഫ്വാൻ വാങ്ങിയിരുന്നു. അത് പണയമെന്തോ വച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസവും നേരെ അവിടേക്ക് പോയത് ഈ ഉപ്പയുടെ ഉമ്മയുടെ മാല ചോദിച്ചിട്ടാണ്. അവർ മാല നൽകാൻ തയ്യാറായില്ല. തുടർന്ന് അവിടെ നിന്ന് പ്രകോപനം ആരംഭിച്ച് പ്രതി കൊലപ്പെടുത്തുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ ഒരു
സ്ത്രീ മരിച്ചു കിടക്കുന്നു എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ നാട്ടുകാരും അടുത്ത ബന്ധുക്കളുമൊക്കെ അറിഞ്ഞിരുന്നത്. പക്ഷേ അതൊരു കൊലപാതകമാണ് എന്ന കാര്യം ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല. തുടർന്ന് അപ്പോഴേക്കാണ് പ്രതി സ്റ്റേഷനിൽ ഹാജരാവുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഒരിടത്തില്ല 3 പലതരത്തിലുള്ള ഈ പറഞ്ഞ കൊലപാതകത്തിലേക്ക് ഈ പ്രതി നയിച്ചിരുന്നു എന്നും ഈ കൊലപാതകങ്ങളെല്ലാം ഒരാളാണ് നടത്തിയിരുന്നു എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോഴുള്ള ഏറ്റവും അവസാനമായി പോലീസിന് ലഭിക്കുന്ന സ്ഥിരീകരണം എന്ന് പറയുന്നത് കൊലയുടെ രീതി എന്ന് പറയുന്നത് ആദ്യം ഉമ്മ ഈ അഫ്വാന്റെ ഉമ്മയെ കഴുത്തിൽ തുണി മുറുക്കി ശ്വാസം മുട്ടിക്കുന്നു. അതിനുശേഷം വീടിൻ്റെ തന്നെ ചുമരിൽ ഇടിച്ചാണ് അവിടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന അവസ്ഥയിലായിരുന്നു. അതിനുശേഷം അവിടെ മരിച്ചു, ഈ പറഞ്ഞ ആഘാതത്താൽ അവർ മരിക്കുമെന്ന് അഫ്വാൻ വിലയിരുത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഉമ്മയെ വീട്ടിനകത്തു തന്നെയുള്ള മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് നേരെ ഇയാൾ അഫ്വാൻ ഉമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. അവിടെ പോയ ശേഷമാണ് അവിടെ ഈ മാല ചോദിക്കുന്നു. തുടർന്ന് അവിടെ ഈ സംഘർഷം നടക്കുന്നു. തുടർന്ന് അവരെ കൊലപ്പെടുത്തിയ ശേഷം ഈ മാല പിടിച്ചു വാങ്ങിയ ശേഷം ഈ മാല കൊണ്ടുപോയി പണയം വെച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.